म्यूजिक धमाका। Only on Radio Media Village. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക സീനിയർ സീസൺ 6ന്റെ സെമി ഫൈനൽ റൗണ്ട് ആണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു വിധി നിർണ്ണയമാണ്. വിധി നിർണ്ണയം നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതിനകത്ത് എത്ര പേര് ഇന്നായിട്ടുണ്ട്, എത്ര പേര് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. കാരണം ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഈ കോമ്പറ്റീഷന് വിധി നിർണ്ണയിക്കാനായിട്ട് 2 ജഡ്ജിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പി ജെ ആന്റണി സാർ, ഒപ്പം തന്നെ ജിജിൻ സാറിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ആന്റണി സാറിലേക്ക് പോവാണ്. ആന്റണി സാർ, ടോട്ടാലിറ്റി നമ്മുടെ ഈ ഒരു മത്സരം അപ്പോൾ അത് എങ്ങനെയുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒന്ന് പറയാം. മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സംഗീത ജൈത്രയാത്രയായിരുന്നു. മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഒരുമാതിരി സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഏതെല്ലാം മാനദണ്ഡങ്ങളാണ് ഈ 15 പേരിൽ നിന്നും ഒരു വലിയ ഒരു ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. 8 പേര് തിരഞ്ഞെടുക്കാൻ. അപ്പം ഓൾമോസ്റ്റ് മിക്കവരും തന്നെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം മ്യൂസിക്കിലെ ഏതെല്ലാം ഘടകങ്ങളാണ് ശ്രുതി, താളം, പ്രൊനൗൺസിയേഷൻ, എക്സ്പ്രഷൻസ്, ഫീലിങ്സ്, ഇങ്ങനെ സംഗതികൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വളരെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് 8 പേരെ കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി 7 പേരും മനോഹരമായിട്ട് പാടിയില്ലെന്നുള്ളതല്ല, ചെറിയ നെഗറ്റീവ്സ്, ചെറിയ കുഴപ്പങ്ങൾ മാത്രമേ അവർക്ക് സംഭവിച്ചുള്ളൂ. ഓൺ ദ സ്റ്റേജിൽ ഒരു പക്ഷേ അവർ മനോഹരമായിട്ട് വേറെ സ്റ്റേജുകളിൽ പാടിയിരുന്നു. പക്ഷേ ഓൺ ദ സ്റ്റേജിൽ വന്നപ്പോൾ അവർക്കത് ഫുള്ളി പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ ലിസ്റ്റ് 8 പേരിൻ്റെ ആ ലിസ്റ്റിൽ വരാതിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പാട്ടിൻ്റെ ജൈത്രയാത്ര തുടങ്ങണം. സൂപ്പറായിട്ട് അടുത്ത സ്റ്റേജുകളിൽ, അടുത്ത മത്സരങ്ങളിൽ അവർ മുൻനിരയിൽ വരണം. അവരെയും ഈ 15 പേരെയും ആദ്യം തന്നെ ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ചും അതിൽ നിന്നും ഏറ്റവും മുൻപിൽ വന്ന 8 പേരെ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ഞങ്ങൾ കൺവേ ചെയ്യുകയാണ്. ഇന്ന് സെലക്ട് ആയിരിക്കുന്ന 8 പേർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. അപ്പോൾ ജോബി, ഈ ഒരു വലിയ മ്യൂസിക് മാമാങ്കം അല്ലേ, ഈ ഒരു ജൈത്രയാത്രയുടെ പിന്നിൽ എത്രയോ ആൾക്കാരുടെ ഒരു എഫേർട്ട് ഉണ്ട്. ആ പേരുകളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും എനിക്കൊന്ന് കേട്ടാൽ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് സന്തോഷം സാറേ, ഇങ്ങനെ ചോദിച്ചതിൽ ഒത്തിരി സന്തോഷം. ആദ്യം തന്നെ 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാദർ ജോഫി അച്ഛനെ ഞങ്ങൾ ഓർക്കുന്നു. ഒപ്പം തന്നെ റേഡിയോയുടെ സ്റ്റേഷൻ ഡയറക്ടറായ ഫാദർ ആന്റണി എത്തക്കാട് അച്ഛൻ, ഒപ്പം തന്നെ റേഡിയോയുടെ പ്രോഗ്രാം ഹെഡ് ശ്രീ വിപിൻ സാറ്, ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് നടത്താനായിട്ട് എല്ലാം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതിനൊരു എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും നൽകിയിട്ട് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അപ്പോൾ അവരെയും ഈ ഒരു നിമിഷം ഓർക്കുകയാണ്. ഒപ്പം തന്നെ റേഡിയോയുടെ എല്ലാ സ്റ്റാഫും, ഇതിന്റെ എൻ്റെ ടൈമിൽ റേഡിയോയുടെ എല്ലാ സ്റ്റാഫും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു പേരാണ് നമ്മുടെ അനൂപിന്റെ. ആദ്യം മുതൽ അവസാന സമയം വരെ ഇതിന്റെ ഒരു ജൈത്രയാത്രയിൽ ഈ ഒരു സമയം വരെയും നമ്മളോടൊപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവനായിരുന്നു ഇതെല്ലാം എഡിറ്റ് ചെയ്തൊക്കെ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി പറയുകയാണ് അനൂപിനും, ഒപ്പം തന്നെ റേഡിയോയിലെ സ്റ്റാഫിനും, ഒപ്പം തന്നെ MVTVയിലെ ഈ ഒരു മീഡിയ വില്ലേജ് TVയിലെ എല്ലാ സ്റ്റാഫിനും നന്ദി പറയാം. ഇത്രയും പേരാണ്, ഇത്രയും ആളുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ എല്ലാവർക്കും ഞങ്ങളുടെ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു വെരി മച്ച് സാർ. നമുക്ക് ഇനിയിപ്പോ നേരെ വിധി നിർണയത്തിലേക്ക് പോകാം. ആദ്യം സാറ് പറയുന്നോ അതോ ജിജിൻ സാർ പറയുന്നോ? ആന്റണി സാർ പറയട്ടെ. ഓക്കെ, ആന്റണി സാറിലേക്ക് പോവാണ്. നമുക്കറിയാം ഈ ഒരു മ്യൂസിക് കോമ്പറ്റീഷനിൽ 15 പേരിൽ നിന്ന് 8 പേരെ സെലക്ട് ചെയ്യണമെന്നുള്ള ഒരു വലിയ കർമ്മമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് നമുക്കറിയാം ഈ 15 പേരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മനോഹരമായിട്ട് പാടി. അതിൽ പിന്നെ 8 പേരെ മാത്രം മതി. 7 പേര് വളരെ ചെറിയ സ്ലിപ്സ്, ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഔട്ടായതാണ്. തീർച്ചയായിട്ടും അവർ ഔട്ടായതല്ല, അവർക്ക് ഓൺ ദ സ്റ്റേജിൽ ചെറിയ ഓൺ ദ സ്റ്റേജ് ഇവിടെ എങ്ങനെ പെർഫോം ചെയ്തു, ആ സമയത്ത് അവർക്ക് പൂർണ്ണമായിട്ട് 100% ആകാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ പാട്ട് കുഴപ്പമുണ്ടായിട്ടില്ല, മോശമെന്നല്ല. കാരണം അവർ 15 പേരിൽ വന്നല്ലോ. അതുകൊണ്ട് അവർ വീണ്ടും
അവരുടെ പിന്നെ മ്യൂസിക് തുടരണം. അടുത്ത കോമ്പറ്റീഷൻസിലും പല വേദികളിലും ഒരു മുൻനിരയിലേക്ക് വരണം എന്ന് ഞങ്ങളിവിടെ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി 8 പേര്, ഏറ്റവും മുന്നിൽ വന്ന 8 പേരുടെ ലിസ്റ്റ് പറയാണ്. ഇവരെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കറിയാം, മ്യൂസിക്കിൻ്റെ പല എലമെൻസും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ്. ശ്രുതി, താളം, ഭാവം, ഫീല്, സംഗതികൾ മാതിരിയുള്ള അവരുടെ ആ ഒരു മ്യൂസിക്കിൻ്റെ ബേസ് എല്ലാം കൂടെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ഈ 8 പേരും മുന്നിൽ വന്നത്. അതുകൊണ്ട് 15 പേർക്കും കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ട് ഈ 8 പേരെയും ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. യെസ്, ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് എത്തിയിരിക്കുന്ന 8 പേരുടെ പേരുകളാണ് ഇപ്പോൾ ജഡ്ജിമാർ പറയാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ പേരുകളിലേക്ക് പോവാം. അന്നു വി ജോസഫ്, സന്ധ്യ ഗിരീഷ്, சொந்தமில்லை கண்களுக்கு சொந்தமில்லை கோபுர முகளில் வாசந்த சந்திரன் கோரோஜன குறி வரச்சு സഖി ഗോരോജന കുറി വരച്ചു. ബിനു എം പി, കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനകിരീടമിതണിയുമ്പോൾ ഈറൻമൂകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ. ധന്യ പി മുരളി, അമ്പിളിക്കല ചൂടും നിന്തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ. ശ്രാവണ ചന്ദ്രിക പൂചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു. ബാക്കി 4 പേരുകൾ. ഒന്ന് ദിവ്യ ദാസ്, ശിവകരടാമരുതലമാനാദം ഋതുപദകരിയുടെ നടയായി താളം സന്ധ്യ കണ്ണീരിലെന്റെ സന്ധ്യ. മറ്റൊരാള് അൽമിയ ബഷീർ, പനിസനി സഗ സഗമഗമപ മപനി പനിസനി സഗ സ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ കണ്ണിൽ നിന്നെ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞു. അപൂർവ അനിൽ, മേരെ ഡോലനാകും മേരെ പ്യാര കീതുൽ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. കാർത്തിക ശശികുമാർ, കലനോപുരമിളകുന്നൊരു കനവുനീ വിധിയേകിയ കനിവേറിയ പൊരുളുനീ. നാടോടിത്തെയ്യം പാടി കച്ചേരിക്കൊപ്പം ഞാനും വന്നോട്ടെ കൈതാളം തന്നോട്ടെ. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6ന്റെ ഇപ്പോ സെമി ഫൈനൽ റൗണ്ടിൽ ഇനി ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന 8 പേരുടെ പേരുകളാണ് ഇപ്പോൾ ഇവിടെ ജഡ്ജിമാർ പറഞ്ഞത്. സോ ഒരുപാട് സന്തോഷം, അവർക്ക് ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് നേരുകയാണ്. ഈ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 8 പേർക്കും 8 മികച്ച പാട്ടുകാർക്കും ഫൈനലിൽ അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എടുക്കാനുള്ള അവസരം തമ്പുരാൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്കയുടെ ഇനി ഗ്രാൻഡ് ഫിനാലെ വേദിയിലാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും ഗ്രാൻഡ് ഫിനാലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും 8 പേർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻ നേരുന്നു. വീണ്ടും നമുക്ക് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.